ഹലോ, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ യൂസ്ഫുൾ ആയിട്ടുള്ളതും ഡസ്റ്റ് ഡെക്കറായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന 2026 മൊത്തം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാലണ്ടറാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഞാനൊരു വൈറ്റ് പേജും അതുപോലെ തന്നെ സ്കെയിലും പെൻസിലും ഇതാണ് മെയിനായിട്ട് എടുക്കുന്നത്. ഞാൻ കുറേ ഒരു സ്ക്വയർ വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ 4 സെൻറ്റിമീറ്റർ നീളവും 4 സെൻറ്റിമീറ്റർ വീതിയും എന്ന രീതിയിലാണ് ഞാൻ വരച്ചെടുക്കുന്നത്. അതെല്ലാം ഒന്ന് വരച്ചെടുത്ത ശേഷം ഞാൻ ഈ കാണുന്ന രീതിയിലാണ് നിങ്ങൾക്ക് പിന്നീട് നമ്പേഴ്സ് എഴുതേണ്ടി വരിക. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. എന്നിട്ട് 2 സൈഡും ഒരു സെൻറ്റിമീറ്റർ നീളത്തിലും വീതിയിലും ഞാനൊന്ന് വിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഈ ഒരു ടി ഷേപ്പിലാണ് നമുക്ക് വരിക. അതൊന്ന് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് ആ 4 സെൻറ്റിമീറ്റർ അല്ലാതെയുള്ള ആ 1 സെൻറ്റിമീറ്റർ വിട്ടിട്ടില്ലേ, അവിടെ നമുക്ക് ഈ ഒരു വി ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇത് എന്തിനാണെന്ന് മനസ്സിലായത്? നമുക്ക് മടക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ അതുപോലെ 2 എണ്ണം ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഞാനിവിടെ സ്കൈ ബ്ലൂ കോമ്പിനേഷനാണ് എടുക്കുന്നത്. സ്കൈ ബ്ലൂ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് എടുക്കാം കേട്ടോ. ഞാനിവിടെ എൻ്റെ സ്കൈ ബ്ലൂ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് മാത്രം എടുത്താണ്. അതിനുശേഷം നമ്മൾ അവിടെ 4 സെൻറ്റിമീറ്റർ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 3 സെൻറ്റിമീറ്റർ എടുക്കണം. അതായത് നിങ്ങൾക്ക് എത്ര ഇതാണോ എടുക്കണം, നിങ്ങളിപ്പോൾ അവിടെ 6 സെൻറ്റിമീറ്റർ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്കൈ ബ്ലൂ 5 സെൻറ്റിമീറ്റർ എടുക്കാം. അപ്പോൾ ഇങ്ങനെ കറക്റ്റായിട്ട് നമുക്ക് സ്ക്വയറിൽ നിൽക്കുകയും ചെയ്യും, സൈഡ് വൈറ്റ് കളർ ഇത് കാണുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അതുപോലെ ഒന്ന് ചെയ്തതിന് ശേഷം ഈ കാണുന്ന രീതിയിൽ ഒന്ന് മടക്കി നിവർത്തുന്നുണ്ട്. 2 എണ്ണം നമ്മളൊന്ന് മടക്കി നിവർത്തുന്നുണ്ട് കേട്ടോ. പിന്നെ ആ എക്സ്ട്രാ കാണുന്ന ആ 1 സെൻറ്റിമീറ്റർ അവിടെയാണ് നമ്മൾ പശ ഒട്ടിക്കേണ്ടത്. അപ്പോൾ പശ ഒട്ടിച്ചതിന് ശേഷം അതോ ഇങ്ങനെ ഒട്ടിച്ചെടുത്ത് കറക്റ്റ് നമുക്കൊരു ക്യൂബായിട്ട് വരും കേട്ടോ. കറക്റ്റ് ആ ഒരു ക്യൂബ് കിട്ടുന്നുണ്ട്. അതുപോലെ 2 എണ്ണം ചെയ്തെടുക്കുന്നുണ്ട്. 2 എണ്ണം ചെയ്തെടുത്ത് നോക്കുമ്പോൾ ടോട്ടൽ 8 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമുക്കിവിടെ ഇത് വേണ്ടത് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും കേട്ടോ. ഈ കാണുന്ന രീതിയിലാണ് ഉണ്ടാക്കേണ്ടത്. ഇവിടേക്ക് 8 സെൻറ്റിമീറ്ററും ടോട്ടൽ അതിൻ്റെ ഒരു വീതി 1 സെൻറ്റിമീറ്ററും ആണ് കേട്ടോ. അതിലേക്കും നമ്മൾ ഒരു സ്കൈ ബ്ലൂ കളർ തീമാണല്ലോ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. 3 എണ്ണമാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. 3 എണ്ണത്തിലും അത് ഒട്ടിച്ചെടുക്കുക. ഈ കാണുന്ന പോലെ ഒന്ന് മടക്കി നിവർത്തുക കേട്ടോ. മടക്കി നിവർത്തി കഴിഞ്ഞാൽ ആ എക്സ്ട്രാ കാണുന്ന ഭാഗത്തിൽ ഫെവിക്കോൾ അങ്ങോട്ട് തേക്കുക, അങ്ങോട്ട് ഒട്ടിക്കുക. അപ്പോൾ ഇതിൻ്റെ പണി ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് എന്തിനാണെന്ന് മനസ്സിലായല്ലോ. ഇത് നമുക്ക് മാസങ്ങൾ എഴുതാനാണ്. മാസങ്ങൾ എഴുതാനായിട്ട് നമുക്ക് 12 മാസമാണല്ലോ ഉള്ളത്. അപ്പോൾ 3 എണ്ണം ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിരിക്കും. 4 സൈഡ് വരും. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് 12 മാസങ്ങൾ എഴുതാനായിട്ട് പറ്റും. അതുപോലെ 3 എണ്ണം ഒട്ടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് നമ്പേഴ്സാണ്. ചില നമ്പേഴ്സ് റിപ്പീറ്റായിട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് 2 സെൻറ്റിമീറ്റർ ഒരു വീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. ഒരു ലൈൻ ഇട്ട് കൊടുത്തിട്ട് അതിൽ നമ്പേഴ്സൊക്കെ എഴുതിയെടുക്കുന്നുണ്ട്. അതിന് ശേഷം ആ ഒരു ബ്ലാക്ക് കളർ, നിങ്ങൾക്ക് ഏത് ഇഷ്ടമുള്ള കളേഴ്സ് ഉണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യട്ടോ. ഞാനിവിടെ ബ്ലാക്ക് കളർ വെച്ചിട്ട് ആ നമ്പേഴ്സൊക്കെ ഒന്ന് വരച്ച് എഴുതി എടുക്കുന്നുണ്ട്. അതിന് ശേഷം അതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. സ്റ്റിക്കേഴ്സ് കട്ട് ചെയ്യുന്ന പോലെ സൈഡ് കുറച്ച് വിട്ടിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ 2 പ്രാവശ്യം 0 വന്നിട്ടുണ്ട്, 2 പ്രാവശ്യം 1 വന്നിട്ടുണ്ട്, 2 പ്രാവശ്യം 2 വന്നിട്ടുണ്ട്, പിന്നെ 3, 4, 5, 6, 7, 8 അങ്ങനെയാണ് നമ്മുടെ വന്നിരിക്കുന്നത്. ഈ കാണുന്ന രീതിയിൽ തന്നെ ഒട്ടിക്കണം കേട്ടോ. 0ൻ്റെ താഴെ 1, 1ന് താഴെ 2, 2ന് താഴെ 4 ആണ് ഒട്ടിക്കേണ്ടത്. 4ന് ലെഫ്റ്റ് സൈഡായിട്ട് 3യും റൈറ്റ് സൈഡായിട്ട് 5ഉം ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ തന്നെയാണ് അതും ഒട്ടിക്കേണ്ടത്. അപ്പോൾ അതും ഈ ഒരു രീതിയിൽ 0 ഒട്ടിക്കുന്നുണ്ട്, 1 ഒട്ടിക്കുന്നുണ്ട്, അതിന് താഴെ 2 ഒട്ടിക്കുന്നുണ്ട്, ശേഷം 7 ഒട്ടിക്കുന്നുണ്ട്, പിന്നെ അതിൻ്റെ ലെഫ്റ്റ് സൈഡ് 6ഉം റൈറ്റ് സൈഡ് 8ഉം ഈ ഒരു രീതിയിലാണ് ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ 2 ക്യൂബ് നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഡേറ്റ്സ് നമുക്കറിയാമല്ലോ, ഡേറ്റ്സിന് വേണ്ടിയിട്ടാണ് ഇത് ഒട്ടിച്ചെടുക്കുന്നത്. പിന്നെ ഇത് വെക്കാനായിട്ടൊരു ഫോൾഡർ പോലെ വേണമല്ലോ. അപ്പോൾ ഈ ഒരു രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഞാൻ ഇതെല്ലാം കൂടി കറക്റ്റായിട്ട് കഴിഞ്ഞാൽ വീഡിയോ കുറേ നീളം പോകുന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ കട്ട് ചെയ്ത രീതി കാണിച്ചത്. അങ്ങനെ ഒട്ടിച്ചതിന് ശേഷം സ്കൈ ബ്ലൂ കളർ ഒട്ടിക്കുന്നുണ്ട്. പിന്നെ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ഇങ്ങനെയും കൂടി ചെയ്താൽ കുഴപ്പമില്ലായിരുന്നു തോന്നിയത്. അങ്ങനെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഇങ്ങനെ ഈ ഒരു കാണുന്ന രീതിയിൽ തന്നെ ഇതും 4 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. എല്ലാം അളവ് 4 സെൻറ്റിമീറ്റർ ആണ്. ഇങ്ങനെ 3 എണ്ണം കട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒട്ടിച്ചു കഴിഞ്ഞാൽ അതൊരു സ്ക്വയർ കിട്ടും. ഇത് ഈസി പണിയാണ്. അതിന് ശേഷം അത് ഒട്ടിച്ചെടുക്കുക. പിന്നെ അതിൻ്റെ താഴ്ഭാഗവും ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് ഫെവിക്കോൾ വെച്ച്. ഇവിടെ നമുക്ക് വേറെ പശയൊന്നും വേണ്ട കേട്ടോ, ഫെവിക്കോൾ തന്നെ മതി. അത് കറക്റ്റായിട്ട് ഒട്ടി നിന്നോളും. അത് അതിൻ്റെ കൂടെ ജോയിൻ ചെയ്ത് നമുക്കൊരു പെൻ ഹോൾഡർ കൂടെ പിന്നെ അതിൻ്റെ ചെറിയ ഡെക്കറേഷൻ്റെ ഭാഗമായിട്ട് ഒരു സ്കൈ ബ്ലൂ തീം വരണം എന്നുള്ളത് കൊണ്ടും ഞാനിവിടെ ചെറിയ ചെറിയ പീസ് ഇങ്ങനെ ഒട്ടിക്കാനല്ല ഞാൻ വിചാരിച്ചു. പക്ഷേ ഒട്ടിക്കുമ്പോൾ അങ്ങനെ ചെയ്യാം എന്ന് വിചാരിച്ച് ചെയ്താണ്. പിന്നെ നമ്മളുടെ 12 മാസങ്ങൾ നമ്മൾ ഇവിടെ എഴുതണം. എത്ര പെട്ടെന്നല്ലേ ഓരോ വർഷം കഴിയുന്നത്. ഈ 12 മാസമൊക്കെ
അപ്പോൾ കഴിഞ്ഞ് കിട്ടും. ഇനി നമ്മൾ കണ്ണ് തുറക്കുമ്പോഴേക്കും 2027 ആയിട്ടുണ്ടാവും. നമുക്ക് എഴുതാനൊക്കെ ഇത്രയും സമയമുള്ളത് നീങ്ങുമ്പോൾ ഇത്ര സമയം ഇല്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓരോന്നിലും, അതായത് ഒന്നിൽ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, പിന്നെ അങ്ങനെ 4 മാസമായിട്ട് ഒട്ടിക്കുക. അതിനുശേഷം നമുക്ക് സ്റ്റിക്കർ ഇല്ലാതെ ഒന്നുമില്ലല്ലോ. അപ്പോൾ ഒരു കുഞ്ഞിക്കൈ അടുത്തോടെ പോകുന്നുണ്ട്, ചേച്ചിയുടെ മോനാണ് കേട്ടോ അത്. അപ്പോൾ അതിന് ശേഷം അവ ഓരോന്ന് പെറുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ സാധനങ്ങളൊക്കെ വലിച്ചു കൊണ്ട് പോകുന്നുണ്ട്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ തരണം എന്ന് പറഞ്ഞ് നിൽക്കുകയായിരുന്നു. എന്ത് ചെയ്യുന്ന അറിയില്ല, അതിന് ചിലപ്പോൾ കീറിക്കളിയായിരിക്കും, എന്നാലും ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 2026 ഒരു ബോ കൂടി ഞാൻ വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. വേറെ ഒന്നും നമുക്ക് ശരിക്കും അതിൻ്റെ രീതിയിലൊന്ന് കട്ട് ചെയ്ത് ഒട്ടിച്ച് കുറച്ചുകൂടി ഭംഗിയുണ്ടാവും. ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ച് അതിൽ ഒട്ടിച്ചു കൊടുത്തേ ഉള്ളൂ. താഴെ ഈ മാസങ്ങളും മേലെ ഡേറ്റും വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കാലണ്ടർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ 2026 എല്ലാവർക്കും നല്ല വർഷമാവട്ടെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. 2026 മൊത്തം യൂസ് ആവുന്ന ഒരു കാലണ്ടർ കൂടിയാണ് കേട്ടോ ഇത്.